വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതേ നമ്മൾ അമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഇറങ്ങുന്നത്. അവിടെ നിന്ന് വീഡിയോ അപ്ലോഡിങ് എല്ലാം കഴിഞ്ഞ് അടുത്ത വീഡിയോ എഡിറ്റിങ്ങും കഴിഞ്ഞ് അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നെന്താ പറയുക നമ്മുടെ പ്ലാന്? നമ്മളെന്നാ കൊറേ കാലം തന്നെ ക്ഷീണിപ്പിക്കാനാണ്. ഇന്ന് വരണ്ട, ഇറങ്ങിക്കോ. അമ്മയ്ക്ക് നല്ല രസമുണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഇതുപോലത്തെ ഷോളുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാ പേജുകൾ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ടാവും. അതിൽ കയറി അവർക്ക് ചോദിച്ചാൽ മതി കേട്ടോ. നല്ല രസമല്ലേ? ഞാൻ തന്നെ സ്വയം പുകഴ്ത്തണം. എന്ത് രസം. പിന്നെന്താണ്, പിന്നെ ഇന്ന് അങ്ങനെ ഇക്ക ഞങ്ങക്ക് ഡ്രസ്സ് എടുത്തരാൻ പറഞ്ഞില്ലേ? എനിക്ക് മാത്രം എടുത്തരുള്ളൂ ഇക്കപ്പ പറഞ്ഞില്ലേക്ക? ക്യാമറക്ക് മുമ്പ് ഒന്ന് പറയാ, ക്യാമറക്ക് പിന്നിലൊന്ന് പറയാ. എനിക്ക് മാത്രം എടുത്തരുള്ളൂ അത്ര, ബാക്കി എല്ലാവർക്കും ഞാൻ എടുത്തു കൊടുക്കണം. അതായത് ഞാൻ എനിക്ക് എടുക്കില്ല പറഞ്ഞു, എനിക്ക് എടുക്കില്ല, മക്കൾക്ക് മാത്രം എടുക്കണുള്ളൂ എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിലുള്ളവർക്കൊക്കെ അല്ലേ? ഈ വണ്ടി കുലുങ്ങുന്നതില്ലേ? വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ ശരി, ഞാൻ അവിടെ പോയിട്ട് നമ്മൾ എന്തൊക്കെ ആർക്കൊക്കെയാണ് എടുക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അവിടെ പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ തിരക്ക് കുറച്ച് കുറവായിരിക്കും മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ച്. പിന്നെ നമുക്ക് വില കുറവുള്ള ഇതുപോലെയുള്ള ബനിയൻ മെറ്റീരിയൽ കിട്ടുകയും ചെയ്യും. ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് ഖജപുജാന്ന് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയതാണ്. അപ്പോൾ ചുച്ചുക്കുട്ടിക്കും ഇച്ചു ബേബിക്കും ഹെയ്സുക്കും പിന്നെ ആർക്കാണ് ഇവർക്കൊക്കെ ഇവിടുന്ന് ഈ ഒരു ബനിയൻ മെറ്റീരിയൽ ഒരേപോലെ കിട്ടും കേട്ടോ. ചുച്ചുക്കുട്ടിക്കും ഹെയ്സുനും ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരുപോലെ ഇടുന്നത്. അപ്പം 3 പേർക്കും ഒരേപോലെ ഇടാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം ഇച്ചു ബേബിക്ക് കിട്ടിയില്ല. അപ്പോൾ ബാക്കി എൻ്റെ സയാക്കും ചിക്കൂക്കും പിന്നെ ദിയാക്കും ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയ സമയത്ത് ദിയാക്ക് കിട്ടിയില്ല കേട്ടോ. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം മഞ്ഞ കളർ കണ്ടപ്പോൾ നല്ല ഭംഗിയില്ല. അപ്പോൾ പിന്നെ മഞ്ഞയിൽ തന്നെ എല്ലാവർക്കും ഉള്ളത് എടുത്തു. പിന്നെ മെയിനായിട്ട് ഈ ചൂടിന് ഈ ബനിയൻ മെറ്റീരിയൽ നല്ലതുമാണ്. പോരാത്തതിന് നമുക്കിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് കേട്ടോ. 149 രൂപയുള്ളൂ ഈ ബനിയനൊക്കെ. പിന്നെ ഏതെങ്കിലും ഒരു ജീൻസുമായിട്ട് നമുക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്റ്റൈലായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെയാണ് കുട്ടികൾക്ക് എടുക്കുന്നത്. ഇതിന് ഫിക്സിങ് പൗഡർ എന്ന് പറയും. ഫൗണ്ടേഷൻ ഇട്ട് ഇങ്ങനെ പാച്ച് ചെയ്തിരിക്കുമ്പോൾ അത് നമുക്ക് സാധാ പൗഡർ വാങ്ങിയിട്ടൂടെ? ഇത് സാധാ പൗഡർ അല്ല, അതിനെക്കാട്ടും ഭയങ്കര തിന്നും തൊട്ടോക്കട്ടെ. ഒരു ടെസ്റ്ററാണ്. മൈദ മാവ് മതിലുണ്ട്. അപ്പോൾ സ്റ്റുഡിയോയിൽ ഇപ്രാവശ്യം കളക്ഷനൊക്കെ കുറവായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ മാക്സിലേക്കാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് കണ്ടത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വേണ്ട, ഞാൻ തന്നെ അതുപോലെ എടുത്ത് കഴിഞ്ഞു. ഇത് പെണ്ണുങ്ങളുടെ സെക്ഷനാണ്. ഓട്ട ജീൻസ് കളിയാക്കുക. അവർ ഓട്ടോ ആക്കിയതാ. ആരോ പാവങ്ങളൊക്കെ തിരിച്ചു കൊടുക്കൂലേ ഡ്രസ്സ്, ആ ഡ്രസ്സ് ഇവിടെ വെക്കുന്ന പാവങ്ങൾ എന്തായാലും ജീൻസ് ഇടൂല. അമ്മയ്ക്ക് വേണ്ട ലോങ് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, നോക്കിക്കോ. ഒരു ഡ്രസ്സ് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചാൽ അതിന്റെ വില എത്ര ഉണ്ടാവുന്നല്ലോ? ഈ ഒരു ഡ്രസ്സിനോ? 2 ഡ്രസ്സാണോ? എന്തോ അപ്പൊ കുഴപ്പമില്ല. അതൊക്കെ ട്വിൻ പാക്ക്. പക്ഷെ നമുക്ക് റോട്ടിൽ വെക്കണില്ലേ, അതിൻ്റെ 100 രൂപയില്ലേ? സ്ലീവ് തീരുണ്ടോ? മാക്സിൽ അത്യാവശ്യം നമ്മൾ ഈ 2 പീസില്ലേ വീട്ടിലിടാൻ പറ്റിയ പോലെ പാൻറ്റും ടോപ്പും ഇതൊക്കെ അത്യാവശ്യം സെലക്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് പ്രൈസൊക്കെ ഉണ്ടാവും. നമ്മൾ ഫുൾ സ്ലീവിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ
എങ്കിലും 1000 എബോവ് വരും കേട്ടോ. 900 രൂപയൊക്കെ മിനിമം വരും. പിന്നെ ഫുൾ സ്ലീവ് ഇവിടുത്തെ ഇപ്പോൾ ചൂടിന് നമുക്ക് ഫുൾ ടൈം ഇടാനും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അത് നോക്കിയില്ല. പിന്നെ അപ്പുറത്തെ സെക്ഷൻ നോക്കിയ സമയത്ത് കുറേ ബാഗുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തില്ല. ഒരു 800 റുപ്പീസോ 1000 റുപ്പീസോ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അയ്യോ ഇത്രയും കാശ് വേണോ എന്ന് പറഞ്ഞിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. പക്ഷേ എനിക്ക് പിന്നീട് സങ്കടം വന്നിട്ടോ. എടുക്കായിരുന്നു, എല്ലാവർക്കും എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എടുക്കായിരുന്നു എന്ന് തോന്നി. ഒരു പഴയ ബാഗ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബാഗ് ഇനിയെങ്കിലും മാറ്റിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇപ്പോഴും എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒക്കെ ഇങ്ങനെ ഒന്ന് വാച്ച് ചെയ്ത് നമ്മുടെ ആ പഴയ ബാഗ് കിട്ടുമോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതോ ഒരു വീഡിയോയിലാണ് തോന്നുന്നത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബാഗ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ പിന്നെ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഏകദേശം എല്ലാ ബാഗിനും 1100 രൂപ വെച്ചിട്ട് വരുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു മെറ്റീരിയലൊക്കെയാണ്. പിന്നെ ഇതേ കുട്ടികളുടെ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഇങ്ങനത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, വെറുതെ പൈസ കളയണം, നമുക്ക് വേറെയും കുറേ ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതേ ഇങ്ങനെ വന്നപ്പോൾ ഈ ലിഫ്റ്റിലേക്ക് കയറാൻ പോയ സമയത്ത് ഈ ഒരു ബാഗ് കണ്ടു. നമ്മൾ കുട്ടികളുള്ളവർക്കൊക്കെ നല്ല അടിപൊളി ഒരു ബാഗാണ് കേട്ടോ. കുട്ടികളുടെ സാധനമൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യം കാണാൻ നല്ലൊരു ലക്ഷറി ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. 1300 രൂപയായിരുന്നു. പിന്നെ അതൊക്കെ ജസ്റ്റ് വെറുതെ നമ്മളെല്ലാവരെയും പോലെ ഇങ്ങനെ നോക്കിയിട്ട് നേരെ ലിഫ്റ്റിലേക്ക് കയറി മുകളിലത്തെ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോയി നോക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ പോയ സമയത്ത് റനക്കുട്ടി ഷൂകളുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടുത്തെ ഷൂ കുഴപ്പമില്ല കേട്ടോ, നല്ല ഷൂ ആണ്. അതേ ഞാൻ ഇട്ടിരിക്കുന്നില്ല. ഈ ഷൂ വന്നിട്ട് ഇവിടെ നിന്ന് എടുത്തതാണ്. ഇപ്പോൾ 1 വർഷമായി, ഒരു കുഴപ്പം വന്നിട്ടില്ല. ഞാൻ അതിനങ്ങ് എന്താ പറയുക, അങ്ങനെ അമ്മാതിരി യൂസ് ചെയ്തിട്ടുണ്ട്. റനാക്കുള്ള ഡ്രസ്സായി, റനാക്കായി, ചെറിയ കുട്ടികൾക്ക് ഉള്ള ബനിയനായി. പിന്നെന്താണ് റന ഈ പാൻറ് മുക്കാക്ക് എടുക്കണം. പിന്നെ ഇനിയും ഒരു 4-5 പേർക്കും കൂടെ എടുക്കണം അല്ലേ. എനിക്ക് വയ്യ, എനിക്ക് ഇനി ഞാൻ വരില്ല. ഹാപ്പി? എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലൊക്കെ എനിക്ക് കണ്ട ഉടനെ ഇഷ്ടമായി. ഞാൻ പോയി നോക്കിയപ്പോൾ റനാക്ക് ഇഷ്ടമായി. അപ്പോൾ ശരി എന്നിട്ട് അതെടുത്തു. അവിടുത്തെ കഴിഞ്ഞിട്ട് നമുക്ക് 2 ആൾക്കാർക്ക്, 2 അല്ല 3 പേർക്ക് പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് അമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന താത്താക്ക് ഒരു പർദ്ദ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകണം. പിന്നെ ഷിബിലാക്കും ഷഫാക്കും കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൾക്ക് എല്ലാവർക്കും എടുത്തു കേട്ടോ നമ്മൾ. ഷിബിലാക്കും ഷഫാക്കും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം അവർക്ക് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്കുള്ള ഡ്രസ്സ് നോക്കുകയാണ് കേട്ടോ. ഈസി ബൈയിൽ കുഴപ്പമില്ല, കളക്ഷനൊക്കെ ഉണ്ട് അത്യാവശ്യം. ഞാൻ ഈസി ബൈയിൽ വന്നിട്ട് ഈ ടോപ്സൊക്കെ മുമ്പ് എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എടുക്കണില്ലാന്ന് തീരുമാനിച്ചു. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സും കൂടെ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് പർദ്ദ എടുക്കാനും വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അതാണ് അതിൻ്റെ വാസ്തവം. പിന്നെ എനിക്ക് മദ്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൽ ഒരു ദിവസം ഇങ്ങനെ കമൻറ്റ് വന്നും എത്തിമായ കുട്ടിയാണ്, ഡ്രസ്സ് എടുത്തു തരുമോ, വാപ്പയില്ലാന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി. അപ്പോൾ അവർക്ക് ആ കുട്ടിക്കുള്ള ഉടുപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എടുക്കുന്ന പോലെ ബനീനോ അങ്ങനെ വല്ലതും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അയ്യോ ഇവർ നോക്ക് നമുക്ക് വില കുറവുള്ളത് പോലത്തെ എടുത്തൊന്നു അങ്ങനെ തോന്നിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും ശരി ഫ്രോക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വേറെ ഷോപ്പിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ആ കുട്ടിക്കുള്ള ഫ്രോക്ക് എടുത്തു. പിന്നെ ദിയക്കുട്ടിക്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറേ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ദിയക്കുട്ടിക്കും കൂടെ വേഗം എടുക്കാനായിട്ട് പോയി. പിന്നെ ആ കുട്ടി നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ 4 വയസ്സാണെന്ന് പറഞ്ഞു. ചുച്ചുക്കുട്ടീൻ്റെ ഏകദേശം സൈസ്. അപ്പോൾ ചുച്ചുക്കുട്ടീൻ്റെ ഏതെങ്കിലുമൊക്കെ പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിലും തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സമയത്തിന് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് നേരെ അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് ദിയക്കുട്ടിക്കും കൂടെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ ഷിബിലാക്ക് ഷഫാക്ക് ഡ്രസ്സ് എടുത്തത് ഇവർക്ക് അറിയില്ല കേട്ടോ. ഞാൻ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ എന്തൊരു കാര്യം ചെയ്യുക. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അവരൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ആദ്യം കുട്ടികളെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനേ സാധിക്കില്ല. കലബിലാന്ന് വെച്ചായിരിക്കും. അപ്പോൾ അതേ ചുച്ചുക്കുട്ടി അവിടെ കിടന്ന് ഉരുണ്ട് വാശി കാണിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ എല്ലാവർക്കും കാണിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വലിച്ചിടാനേ. 2 തരാം ഒന്ന് വീഡിയോ എടുത്ത് കഴിയട്ടെ. അപ്പോൾ നമ്മൾ എടുത്ത ഡ്രസ്സുകൾ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഇതാണ് എനിക്കെടുത്ത ചുരിദാർ. എനിക്ക് പ്രായത്തിലേക്ക് വരുന്നത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇനി കുട്ടികൾ കൊടുത്ത് മാറിക്കോ. ഞാൻ ഓരോ ഡ്രസ്സ് വെച്ച് കാണിച്ചു കൊടുക്കട്ടെ. നന്നായിട്ടാ? നല്ല കളറിയാ സൂപ്പറായി. അമ്മ കുറച്ച് ഇപ്പുറത്തേക്ക്, കുറച്ച് ഇപ്പുറത്ത്. ഈസി ബൈ
എവിടൊക്കെ പോയതുകൊണ്ട് എവിടെ നിന്ന് എന്തെടുത്ത് എനിക്കും വൈകുന്നേരം ഒരേ കളറില് കയ്യിൽ തപ്പണം അത് ശിവലന്റെ കയ്യിൽ കൊടുക്കൂ ഇഷ്ടപ്പെട്ടാ ലൈറ്റ് ആയിട്ട് തിരിച്ചടിക്ക് എല്ലാരും ഇഷ്ടപ്പെട്ട അറിയാൻ വേണ്ടിട്ടാണ് വേറെ ഒരു കളറും കൂടെ കണ്ട് അത് ഡാർക്ക് നന്നായിണ്ട് പക്ഷെ എനിക്ക് ഇത് കാണുമ്പോ ഒരു എലഗന്റ് ലുക്ക് തോന്നിയപ്പോ അല്ലേ അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി മാറ്റാൻ ഇനി എല്ലാരും സൈലന്റ് ആയിക്കോളൂ വെറുതെ വയലന്റ് ആവണ്ട ഇത് വന്നിട്ട് ആൺകുട്ടികൾക്ക് ഇത് ബേബിക്കാണ് അല്ല ഇത് ഹെയ്സുന്റെ ഹെയ്സൊക്കെ എടുത്തത് ഇത് ദയാൻ ആൺകുട്ടികൾക്കൊക്കെ ഒരുപോലെ ഉണ്ട് ഇത് വന്നിട്ട് ഇത് 3 ഐ തിങ്ക് ചിക്കു ചിക്കൂടെ ഇത് ചിക്കുന്റെ ഡ്രസ് ഇത് സയാള് ഇത് ഇനി അടുത്തത് ഞാൻ ബാലൻസ് ഒരു കയ്യില് പാവടി ചെയ്യാം നമുക്ക് മാത്രം കിട്ടിയില്ല സത്യമായിട്ട് നിനക്ക് കിട്ടിയില്ല വെറുതെ പറയല്ലോ നീ ഇനി കൊതിക്കണ്ട നിനക്ക് ഉണ്ടാവും വിചാരിച്ചിട്ട് ഇതായിരിക്കും അത് അവിടെ കൊണ്ട് വാങ്ങി പിന്നെ ലാസ്റ്റ് നോക്കി വീണ്ടും ഞാൻ ഓടിപ്പോയി നിനക്ക് അതേപോലെ തപ്പി പിടിച്ച് കിട്ടും ജീൻസ് മാത്രം മാച്ച് ചെയ്തോളി അപ്പൊ ടോപ്പായാലും എല്ലാവർക്കും ഒരുപോലെ ആയി വന്നിട്ട് പിന്നെ അങ്ങനെ എടുത്തത് പിന്നെ ഇതുകൾക്ക് 1 2 3 കണ്ടപ്പോ ഇതായിരുന്നു ആക്ച്വലി ഇച്ചനക്ക് മാത്രല്ല എവിടെ കണ്ട ഇതാ ഇച്ചന്റെ ഇത് അണ്ണാന്റെ ഇത് ഹയാന്റെ നമ്മള് ഹൽദി നടത്താൻ പോണ് എല്ലാം മഞ്ഞില്ല അത് മഞ്ഞ എനിക്ക് ഇത് കണ്ടപ്പോ നല്ല ഇഷ്ടായിട്ടാ അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും ആലോചിച്ചിട്ട് ഞാൻ എടുത്തത് ചൂസ് ചെയ്തത് റനാന്ത് ചോദിച്ചു ആ ഡാർക്ക് വേണം പിന്നെ അടുത്തത് നമ്മുടെ റോക്ക് സ്റ്റാർ കമ്മിങ് മഹാറാണിന്റെ ഡ്രസ് വരുന്നു തണ്ടേ റനാന്റെ ജീൻസ് ഇത് വന്നിട്ട് മാക്സ് എന്നാണ് എടുത്തത് പിന്നെ ഇതാ വരുന്ന എന്റെ പൊന്നോ ഇത് കണ്ട അത് ഇതെന്താന്ന് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് നല്ല രസമുണ്ടായിരുന്നു ഇട്ടപ്പോ അപ്പൊ അതങ്ങനെ ബാത്റൂമിലേക്ക് പോകാൻ പറ്റാ അടുത്തത് വന്നിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ പാപ്പില്ലാത്ത എത്തിയമായ കുട്ടിയാണ് ഡ്രസ്സ് എടുത്തതോ ചോദിച്ചപ്പോ ആ കുട്ടിക്ക് ഡ്രസ് ആ കുട്ടിക്ക് എത്തിയമായ അമ്മ ഞാൻ കണ്ടിട്ടുണ്ട് അത് എനിക്ക് തോന്നി 4 വയസ്സ് നമ്മുടെ ചുച്ചുവിന്റെ വയസ്സുള്ള കുട്ടിക്ക് അപ്പൊ അത് നാളെ തന്നെ അയച്ചു കൊടുക്കണം അത് അയച്ചു അതിന്റെ കൂടെ വേറെ ചുറ്റിന്റെ ഡ്രസ് അയച്ചു കൊടുക്കണം കൈനത്രേ ഉള്ളോ പർച്ചേസ് കഴിഞ്ഞു താത്താക്ക് പർദ്ദ എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ താത്താക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു താത്താക്ക് പൈസ കൊടുക്കാം താത്തന്നെ എടുത്തോട്ടെ എനിക്ക് വലിയ ഞാൻ ക്ഷണിച്ചു ബാബുക്കാർക്ക് എടുത്തിട്ടില്ല പക്ഷെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല അബിക്ക് എടുത്തിട്ടില്ല ഹൈന് പാന്റ് എടുത്തിട്ടില്ല ഹെയ്സൻക്ക് പാന്റ് എടുത്തിട്ടില്ല ഞാൻ ഇനി പോകും ഞാൻ എനിക്ക് കുട്ടിക്ക് എടുത്തിട്ടില്ല പിന്നെ റനാന്റെ വക കുറച്ച് സാധനങ്ങൾ കൈ പിടിച്ച് വലിച്ചതുകൊണ്ട് ഇരുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഹയാൻക്ക് ഒരു ഭംഗി ഇപ്രാവശ്യമൊക്കെ പെരുന്നാൾ
ഡ്രസ്സ് എടുക്കലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്രാവശ്യം എന്തായാലും എടുക്കണില്ലാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇക്കാക്കും ഹയാനക്കും പാൻറ്റൊക്കെ എടുക്കുന്നത് അവർ പോയി എടുത്തോളും. അപ്പോൾ പിന്നെ എനിക്ക് പോകണ്ടല്ലോ. ഇവരുടെയൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് തീർക്കാനുള്ളത്. പിന്നെ ആ ഡ്രസ്സ് അയച്ചു കൊടുക്കാനുള്ള ഡ്രസ്സും എനിക്ക് പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രഷറായിരുന്നു കേട്ടോ. ടെൻഷനാവും എന്തെങ്കിലും നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ തോന്നില്ല. കാരണം സമയത്തിന് ഇവിടുത്തെ ഒരു നമ്മുടെ ടെൻഷനിലൊന്നും നമുക്ക് ചെയ്യാനും സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ഗുണം കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മുടെ ഇതുവരെ കമൻ്റ് ഇട്ട് വിന്നേഴ്സ് ആയവർക്കൊക്കെ ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് എത്രാമത്തെ നോമ്പ്, ഇന്ന് 27 രാവാണ് കേട്ടോ, അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.